ബത്ലഹേമിൽ ഉണ്ണിയേശു പിറക്കുന്നു. നന്മയുടെ പ്രകാശം ചൊരിയാനായി തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലുകളുമായി ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചു. ദാവീദിന്റെ പട്ടണത്തിൽ പിറന്ന ദൈവപുത്രന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കിയ തിരുവനന്തപുരം പാളയം മെട്രോപൊളിറ്റൻ സെന്റ് ജോസഫ് പള്ളിയിലെ മനോഹര കാഴ്ചകളിലേക്ക്. കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഇന്നത്തെ പ്രോഗ്രാം ബത്ലഹേമിലെ ദൃശ്യാവിഷ്കരണം നമ്മൾ തത്സമയമായിട്ട് ലൈവായിട്ട് ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത് ഒരുക്കുക. ബത്ലഹേമിലെ ആ ഒരു സന്തോഷം ഈ ഇടവക സമൂഹത്തിനും ഈ ദേവാലയത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്കും ഈ നഗരത്തിന് നൽകാനുള്ള ഒരു എളിയ പരിശ്രമമാണ്. ദിവ്യബലി കഴിഞ്ഞ മറിയവും ഔസേപ്പും മാലാഖമാരും പുണ്യാളന്മാരും ക്രിസ്തുവിനകമ്പടിയായി പുറത്തേക്ക്. കാലിത്തൊഴുത്തിൽ ഓരോ ഇടങ്ങളിലായി ദൈവപുത്രന്റെ ജനനം ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങളും ചിട്ടപ്പെടുത്തി. ദൈവപുത്രന് പിറവി കൊടുക്കാനായി പ്രസവവേദന കൊണ്ട് ഒരടി മുന്നോട്ട് നടക്കാൻ കഴിയാത്ത മറിയത്തിന് സത്രം നിഷേധിച്ച രംഗം. ദേവദൂതന്മാർ ഉണ്ണിയേശുവിന്റെ ജനനമറിഞ്ഞ് കിഴക്കുള്ള നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യുന്ന രംഗം. മാലാഖമാർ സമ്മാനപ്പൊതിയുമായി ഉണ്ണിയേശുവിനെ കാണാനായി എത്തിയവർ, അങ്ങനെ തിരുപ്പിറവി ഓർക്കുന്ന എല്ലാ രംഗങ്ങളും വളരെ മനോഹരമായിട്ടാണ് പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ അകമ്പടിയോടും കൂടി വെള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണിയേശുവിനെയും കാണാം. ആ തിരുപ്പിറവിയിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹമെത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ജനം, തിരുവനന്തപുരം.